നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 10 രൂപ മുടക്കിയാൽ 20 രൂപ തിരിച്ചു കിട്ടുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എഗ് റോൾ മെഷീനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എഗ് റോൾ മെഷീൻ വാങ്ങി എഗ് റോളുകൾ ഉണ്ടാക്കി, എഗ് റോളുകൾ അല്ലെങ്കിൽ എഗ് കുൽഫി എന്ന് പറയും, എഗ് കുൽഫി ഉണ്ടാക്കി വിപണനം ചെയ്ത് വലിയ ലാഭം നേടിയെടുക്കുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ മെഷീനെ കുറിച്ച്, മെഷീൻ എവിടെ ലഭിക്കും, മെഷീൻ എന്ത് വിലയാകും, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്താൽ എന്തു ലാഭം കിട്ടും, എവിടെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭത്തെ കുറിച്ച് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായും കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഒരു പുതുതലമുറ സ്ട്രീറ്റ് ഫുഡാണ് എഗ് റോൾ എന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ എഗ് റോൾ എന്ന് പറയും, ചിലയിടങ്ങളിൽ എഗ് കുൽഫി എന്ന് പറയും. ബീച്ചുകൾ, പാർക്കുകൾ, പൂരപ്പറമ്പുകൾ, അതായത് ഉത്സവപ്പറമ്പുകൾ, അതുപോലെ തന്നെ മേളകളും ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, ധാരാളമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത് മേളകളിലും ഫെസ്റ്റിവലുകളിലും ഒക്കെയാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഫുഡ് കോർട്ടുകളിലും ഇത്തരം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എഗ് കുൽഫികൾ അല്ലെങ്കിൽ എഗ് റോളുകൾ നിർമ്മിച്ച് നമുക്ക് വിപണനം ചെയ്യുവാൻ സാധിക്കും. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബീച്ചുകളിലും പാർക്കുകളിലും മേളകളിലും ഒക്കെ വളരെ ചൂടപ്പം പോലെ വിറ്റഴിക്കുവാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് എഗ് റോള് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് എഗ് റോൾ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് പരിശോധിക്കാം. മെഷീൻ ആവശ്യമാണ്. മെഷീനെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നാലെ പറയാം. ഒരു എഗ് കുൽഫി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് 2 കോഴിമുട്ടയും, ഒരു ബാംബൂ സ്റ്റിക്കും, അല്പം എണ്ണ, അല്പം ഉപ്പ്, അല്പം മസാലപ്പൊടികൾ, ഇത്രയും സാമഗ്രികൾ മാത്രമാണ് ആവശ്യമായി വരിക. ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് 13 മുതൽ 14 രൂപ വരെയാണ് ചിലവാകുക. പലയിടങ്ങളിലും പല വിലയാണ്, അതുകൊണ്ടാണ് 13 മുതൽ 14 വരെ എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഒരു എഗ് കുൽഫി ഉണ്ടാക്കുന്ന മുടക്ക് മുതൽ എത്രയാണെന്ന് മനസ്സിലായി. ഇനി ഇത് വിറ്റഴിക്കുന്ന വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തരം പോലെയാണ് കച്ചവടം. അതായത് എവിടെയാണോ വിൽക്കുന്നത്, ഇപ്പോൾ ഫുഡ് കോർട്ടുകളിലൊക്കെ വലിയ വിലയാണ്, ബീച്ചുകളിലും പാർക്കുകളിലും ഒക്കെ 30 രൂപയ്ക്കും 40 രൂപയ്ക്കും വിറ്റഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതായത് 13 രൂപ അല്ലെങ്കിൽ 14 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞത് 30 രൂപ ലഭിക്കുന്നു. അതായത് 16 രൂപ ലാഭം ലഭിക്കുന്നു. 14 രൂപ മുടക്കുമ്പോൾ 16 രൂപ ലാഭം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എഗ് കുൽഫി അല്ലെങ്കിൽ എഗ് റോൾ. ഇനി നമുക്ക് മെഷീനറിയെ കുറിച്ച് സംസാരിക്കാം. 2 തരത്തിലുള്ള മെഷീനാണ് ലഭിക്കുന്നത്. ഗ്യാസിൽ പ്രവർത്തിക്കുന്ന മെഷീനും ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന മെഷീനും. നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ഇലക്ട്രിസിറ്റിയിലുള്ള മെഷീൻ മതിയെങ്കിൽ അങ്ങനെ, അതല്ല ഗ്യാസിൽ പ്രവർത്തിക്കുന്ന മെഷീൻ ആണെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ്. 12,000 രൂപയ്ക്ക് അടുത്താണ് ഇതിന്റെ വില വരുന്നത്. ആർക്കെങ്കിലും മെഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് ഇത്തരം മേഖലകളിൽ, അതായത് ബീച്ചുകളിൽ, പാർക്കുകളിൽ, മേളകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ സ്ട്രീറ്റ് ഫുഡായി ഈ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ കൂടി എടുത്തിട്ട് വേണം ഈ ഒരു സംരംഭം തുടങ്ങേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേവലം 100 കുൽഫി വിറ്റാൽ 1600 രൂപ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ഇത്തരം മേഖലകളിലൊക്കെ, അതായത് മേളകളിലും ബീച്ചുകളിലും പാർക്കുകളിലുമൊക്കെ എത്രയോ അധികം എഗ് റോളുകൾ നമുക്ക് വിൽക്കുവാൻ കഴിയുമെന്ന് ഈ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് എഗ് റോൾ ബിസിനസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനായി പരമാവധി ഷെയർ ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, ഗുണദോഷ വശങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചതിനപ്പുറം എന്തെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർ, കൂടുതൽ അറിയുവാനും ഈ ബിസിനസ് തുടങ്ങുവാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി തീർച്ചയായും ബന്ധപ്പെടുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.